ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമ്മുടെ കയ്യിലുള്ള വസ്തുവകകൾ, അത് ലാൻഡ് ആകാം, ഷെയർ ആകാം, മറ്റെന്തെങ്കിലും ഒരു അസറ്റ് ആകാം, അത് നമ്മൾ വിറ്റ് നമുക്ക് ലാഭം നേടുകയാണെങ്കിൽ ആ ലാഭത്തിന്റെ ഒരു നിശ്ചിത ശതമാനം സർക്കാരിന് കൊടുക്കുന്നതിനാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒരുമാതിരിപ്പെട്ട എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിന്റെ റേറ്റിൽ ഉണ്ടായ വ്യത്യാസത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ വർഷം ധാരാളം ചർച്ചകളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് നോർവേയിൽ നിന്നുള്ളൊരു കഥയാണ്. നോർവേയിൽ ഡ്യൂൺ എന്ന പേരിൽ ഒരു ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തിട്ടുള്ള കമ്പനി നടത്തുന്ന അതിന്റെ കോ ഫൗണ്ടറും സിഇഒ ഒക്കെ ആയിട്ടുള്ള ഫ്രെഡറിക് ഹാഗ ട്വിറ്ററിൽ ഷെയർ ചെയ്ത ഒരു വാർത്തയാണിത്. അദ്ദേഹത്തിന് ഡ്യൂൺ എന്നൊക്കെ പറഞ്ഞ കമ്പനിയുടെ നോർവേയിലെ ഓപ്പറേഷൻസ് നിർത്തി അതുമായി സ്വിറ്റ്സർലൻഡിലേക്ക് പോകേണ്ടി വന്നു. അതിന്റെ കാരണമായി അദ്ദേഹം പറയുന്നത് നോർവേ ഏർപ്പെടുത്തിയ ഒരു ടാക്സിനെ പറ്റിയിട്ടാണ്, നോർവേയിലെ വെൽത്ത് ടാക്സ്. ഈ വെൽത്ത് ടാക്സിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അതിൽ അൺറിയലൈസ്ഡ് ഗെയിനും വന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള വസ്തു വിറ്റതിന് ശേഷം നമ്മൾക്ക് കിട്ടുന്ന ലാഭത്തിന്റെ ശതമാനമാണ് നമ്മൾ അടയ്ക്കേണ്ടത്. എന്താണ് അൺറിയലൈസ്ഡ് ഗെയിൻ എന്ന് പറഞ്ഞാൽ? ഉദാഹരണത്തിന് എന്റെ കയ്യിൽ 1000 ഷെയർ ഉണ്ടെന്ന് കരുതുക. അതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 1,00,000 രൂപയാണെന്ന് കരുതുക. അത് വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സ്വന്തമാകുകയുള്ളൂ. അങ്ങനെ സ്വന്തമാകുകയാണെങ്കിൽ ഞാൻ അതിന്റെ ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞതിൽ അർത്ഥമുണ്ട്. ഇതിന്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കിയതിനു ശേഷം എന്റെ കയ്യിൽ നിന്ന് ടാക്സ് വാങ്ങിക്കുക എന്നുള്ളതാണ്. അതായത് എനിക്കൊന്നും കിട്ടുന്നില്ല, പകരം ഞാൻ ടാക്സ് മാത്രം അടയ്ക്കുന്നു. ഇങ്ങനെ ഒരു വ്യവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ പുതിയൊരു കമ്പനിയായ ഡ്യൂൺ നടത്തിക്കൊണ്ടു പോകാൻ അദ്ദേഹത്തിന് ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിട്ടു. കാരണം അദ്ദേഹത്തിന് കിട്ടുന്ന പൈസയെക്കാളും, അതായത് സാലറി ആയി കിട്ടുന്ന ഒരു സിഇഒ അല്ലെങ്കിൽ കോ ഫൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിനേക്കാൾ കൂടുതൽ തുക അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ നോക്കിയതിനു ശേഷം അദ്ദേഹത്തിന് ടാക്സ് ആയി കൊടുക്കേണ്ടതെന്ന അവസ്ഥ. ഇങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ധാരാളം പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ അതിനെതിരെ ധാരാളം പരാതികളൊക്കെ കൊടുത്തെങ്കിലും അവിടുത്തെ രാഷ്ട്രീയക്കാരൊന്നും കണ്ണു തുറന്നില്ല. അവസാനം തന്റെ കമ്പനിയുമായി അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതിന് പകരം അവിടുത്തെ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഓഫീസിന്റെ ഭിത്തിയിൽ വാൾ ഓഫ് ഷെയിമിൽ തന്റെ പടം പതിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയുമായിട്ടാണ് അദ്ദേഹം ട്വിറ്ററിൽ വാർത്ത കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫ്രെഡറിക് ഹാഗയെ പോലെയുള്ള ആളുകൾ നോർവേയിൽ നിന്ന് മാറി സ്വിറ്റ്സർലൻഡിലേക്ക് പോകുമ്പോൾ അതിന്റെ നഷ്ടം നോർവേയിലെ ജനങ്ങൾക്കാണ്. അപ്പൊ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയക്കാരെ കണ്ണു തുറക്കുമെന്നും അവരതിനെ മാറ്റുമെന്നും കരുതിയെങ്കിൽ നമ്മൾക്ക് തെറ്റി. അവര് കൂടുതൽ ടാക്സ് ഏർപ്പെടുത്തുകയാണ് ചെയ്തത്. ഇത്തവണ അവർ ഏർപ്പെടുത്തിയ ടാക്സ് എന്ന് പറയുന്നത് എക്സിറ്റ് ടാക്സ് ആണ്. ഇതിനെ ഫ്രെഡറിക് ഹാഗ വിളിക്കുന്നത് ബെർലിൻ വാൾ ഓഫ് എക്സിറ്റ് ടാക്സ് എന്നാണ്. കാരണം അദ്ദേഹം അങ്ങനെ വിളിക്കാൻ കാരണം നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് ജർമ്മനിയിൽ നിന്ന് ആളുകൾ ഓടി ക്യാപിറ്റലിസ്റ്റ് ജർമ്മനിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒന്നാണല്ലോ ഈ ബെർലിൻ വാൾ എന്ന് പറയുന്നത്. അതുപോലെ എക്സിറ്റ് ടാക്സ്, അതായത് തങ്ങളുടെ സംരംഭം അവസാനിപ്പിക്കുകയാണെങ്കിൽ അതിന് ഒരു ടാക്സ് കൊടുക്കണം എന്നൊരു നിയമം വന്നു. അതായത് ആളുകൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച മറ്റൊരു ടാക്സിന് തീർത്ത ഒരു ബെർലിൻ വാൾ. ഇങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? സംരംഭം തുടങ്ങാൻ തന്നെ ആളുകൾ മടിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നോർവേ എന്നാണ് ഫ്രെഡറിക് ഹാഗ തന്റെ ട്വിറ്റർ സ്റ്റോറിയിൽ പറയുന്നത്. ഇതേപോലെ ഒരു അൺറിയലൈസ്ഡ് ഗെയിൻ ടാക്സിനെ പറ്റിയിട്ട് നമ്മുടെ ബൈഡനും അമേരിക്കയിൽ സംസാരിച്ചിരുന്നു. എന്നാൽ കമലാ ഹാരിസ് വന്നപ്പോൾ ഇതിനെപ്പറ്റി അവർ അധികം സംസാരിക്കുന്നത് കണ്ടില്ല. അമേരിക്കയിലായാലും നോർവേയിലായാലും ഇന്ത്യയിലായാലും ആളുകളെ പിഴിഞ്ഞെടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഉയർന്ന ടാക്സ് ഉപയോഗിച്ച് സമ്പന്നരിൽ നിന്ന് അവരുടെ സമ്പത്ത് കവർന്നെടുക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ അത് തിരിച്ചടിക്കുകയുള്ളൂ. അവരൊന്നുകിൽ ടാക്സ് കുറഞ്ഞ രാജ്യങ്ങളിലേക്ക് പോകും, അല്ലെങ്കിൽ സംരംഭം തന്നെ വേണ്ടാന്ന് വെക്കും. എന്തായാലും നഷ്ടം ജനങ്ങൾക്കാണ്. നോർവേ ജനസംഖ്യ വളരെ കുറവുള്ള, അതേസമയം നാച്ചുറൽ റിസോഴ്സ് ധാരാളമുള്ള ഒരു രാജ്യമാണ്. പ്രത്യേകിച്ചും ഓയിൽ എക്സ്പോർട്ടിലൂടെയാണ് നോർവേ ഈ സമ്പത്ത് മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ഓയിൽ എക്സ്പോർട്ടിൽ നിന്ന് കിട്ടുന്ന അധിക വരുമാനം അവർ ഓയിൽ ഫണ്ടാക്കി മാറ്റുകയും ഈ ഓയിൽ ഫണ്ട് മറ്റ് ഇന്റർനാഷണൽ കമ്പനികളിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയുമാണ് അവർ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഫ്രെഡറിക് ഹാഗ പറയുന്നത് ഇന്ന് നോർവേ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് അധികം വയബിൾ അല്ലാത്ത, അധികം റിട്ടേൺ കിട്ടാത്ത പല ഗ്രീൻ പ്രൊജക്ടുകളിലുമാണെന്നാണ്. ഒരേ സമയം തെറ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് രീതികളിലേക്കും അതേസമയം നാട്ടിലെ സംരംഭകരെ പിഴിഞ്ഞെടുക്കുന്ന ടാക്സിംഗ് രീതിയിലേക്കും നോർവേ പോവുകയാണെങ്കിൽ നോർവേ വലിയ പ്രശ്നത്തിലാകും എന്നാണ് ഫ്രെഡറിക് ഹാഗ പറയുന്നത്.